പ്രിയപ്പെട്ടവരെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ കോമൺ അറബിക് പേപ്പറായ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്ലാസ്സുകളാണ് ഇവിടെ ഓരോ ചാപ്റ്റർ വൈസിൽ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ സുഹൈൽ PK എന്ന കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലുണ്ടായിരുന്ന അധ്യാപകൻ തയ്യാറാക്കിയിട്ടുള്ള അൽ മുഹന്നദ് എന്ന് പറയുന്ന ഇന്ത്യൻ ഹെറിറ്റേജിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട 8 ചാപ്റ്റേഴ്സുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്റേഴ്സും ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഓരോ ചാപ്റ്റേഴ്സ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് 4 യൂണിറ്റുകളാണ് സിലബസ് പ്രകാരം നമുക്കുള്ളത്. യൂണിറ്റ് 4th സെമസ്റ്റർ, അതിൻ്റെ കോഡ് 4B 10 ARB ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്നാണ് പേപ്പറിൻ്റെ പേര്. 4 ക്രെഡിറ്റ് ആണ് ഇതിനുള്ളത്. 3 മണിക്കൂറാണ് നമ്മുടെ മെയിൻ എക്സാം ഇതിന് വരുന്നത്. യൂണിറ്റ് 1ൽ ഒന്നാമത്തെ ചാപ്റ്റർ അൽ ഹിന്ദ്, ഇന്ത്യയെക്കുറിച്ചാണ്. രണ്ടാമത്തെ ചാപ്റ്റർ തനവ്വുൽ ഹിന്ദ് വ വഹ്ദതിഹ, ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ യൂണിറ്റിയെക്കുറിച്ചും പറയുന്നതാണ്. ഈ 2 ചാപ്റ്റേഴ്സാണ് യൂണിറ്റ് 1ലുള്ളത്. യൂണിറ്റ് 2ൽ ഹാദാ ഹുവൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാപ്റ്റർ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് ഉള്ള ഒരു ചാപ്റ്ററാണ്. രണ്ടാമത്തത് മൗലാന അബുൽ കലാം ആസാദ്. യൂണിറ്റ് 3ൽ അൽ മനാറ തതഹദ്ദസ്, കുത്തബ് മിനാറിനെ കുറിച്ചാണ്. അതേപോലെ അതിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ തഅമ്മുലാത്ത് ഹിന്ദിയ. യൂണിറ്റ് 4ൽ അഥവാ അവസാനം അഷെയ്ഖുൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു കഥ, വന്നാസിക് വല്ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു കഥ. ഇങ്ങനെ 8 ചാപ്റ്റേഴ്സുകൾ 4 യൂണിറ്റുകളിലായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം ഇന്ത്യയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില കഥകളൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. വളരെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ് സിലബസ് പ്രകാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി 4th സെമസ്റ്ററിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ പുസ്തകവും അതേപോലെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് വിദ്യാർത്ഥിക്ക് പറ്റുന്ന രൂപത്തിലുള്ള പുസ്തകങ്ങളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അൽ ഹിന്ദ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇന്ത്യ. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ് അറബിയിൽ ഹിന്ദ് എന്ന് പറയാം. ഇതിനെ ഞാൻ ചാപ്റ്ററിനെ ഒന്ന് സംക്ഷിപ്തമായിട്ട് ഒന്ന് ചുരുക്കിയിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ടോട്ടലി ഉള്ള ഒരു എന്താണ് അതിൽ പറയുന്നത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് വായിക്കാൻ പ്രയാസമാണ്. അതിന് ഒരുപാട് സമയം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കി ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അൽ ഹിന്ദ് ബിഅ്തിബാരിഹ ബലദുൽ അജായിബ് വൽ അസ്റാർ, ഇന്ത്യ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും ഒരു നാടാണ്. മൗത്തിനൻ ലിൽ അദീദ് മിനൽ അദിയാൻ വൽ മുഅ്തഖിദാത്ത് അൽ മുതനവ്വിയ. മൗത്തിൻ എന്ന് പറഞ്ഞാൽ ദേശം എന്നാണ്. ലിൽ അദീദ് മിനൽ അദിയാൻ, അദിയാൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ആണ് അദിയാൻ, മതങ്ങളുടെ എണ്ണമറ്റ മതങ്ങളുടെയും വൽ മുഅ്തഖിദാത്ത് അൽ മുതനവ്വിയ, വിവിധ തരത്തിലുള്ള വിശ്വാസങ്ങളുടെയും ഒരു നാടാണ്, മൗത്തിനാണ് ഇന്ത്യ. യുഷീറു ഇലാ തഅദ്ദുദിൽ ലുഗാത്ത്, എണ്ണമറ്റ ഭാഷകളിലേക്ക് ഇന്ത്യ സൂചിപ്പിക്കുന്നു. അഥവാ ഇന്ത്യയിൽ എണ്ണമറ്റ ഭാഷകളുണ്ട്. അൽ അറാഖ്, എണ്ണമറ്റ പാരമ്പര്യങ്ങളുണ്ട്. വൽ അസിയ ഫിഹ, വിവിധ തരം വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണ്. സയ്യ് അസിയ എന്നൊക്കെ പറഞ്ഞാൽ വസ്ത്രം എന്നാണ്. അതേപോലെ വിവിധ തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന, വിവിധ തരം പാരമ്പര്യങ്ങളുള്ള, ഒട്ടനവധി ഭാഷകൾ സംസാരിക്കുന്ന, വിഭിന്നമായ വിശ്വാസങ്ങളും മതങ്ങളുമുള്ള, രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഒളിപ്പിച്ചു വെച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ബിൽ ഇലാഫത്തി ഇലാ ദൗരിഹ താരിഖി, അതിൻ്റെ ചരിത്രപരമായ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ റോളുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അന്വേഷിക്കുകയാണെങ്കിൽ, ഫി ദുഅമിൽ ഹളാറാത്തിൽ ഖദീമ, ഒരുപാട് നാഗരികതകളുടെ സഹായം
ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നാഗരികതകൾ തന്നെ, ഒരുപാട് കൾച്ചറുകൾ തന്നെ ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുണ്ട്. മിസ്ല ഹലാറത്തെ മോഹൻജദാരോ ഹാരപ്പ. ഹാരപ്പ പോലെ മോഹൻജദാരോ എന്ന് പറയുന്ന ഹലാറത്തുകളാണ്. ഹലാറത്ത് എന്ന് പറഞ്ഞാൽ കൾച്ചർ, നാഗരികത. ഇതൊക്കെ ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ്. ഇന്ത്യ അതിൽ നിന്നൊക്കെ ചരിത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ച ഒരു രാജ്യം കൂടിയാണ്. കമാ യതനാവൽ അഹ്മിയത്തിൽ ഫൽസഫത്തിൽ ഹിന്ദിയ. ഒപ്പം തന്നെ ഇന്ത്യൻ ഫിലോസഫിക്ക് പ്രത്യേകമായ ഒരു പ്രാധാന്യം ലോക നിലവാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ബിഅ്തിബാരിഹ മിൻ അഖ്ദമിൽ ഫൽസഫാത്ത്. ഏറ്റവും അഖ്ദമായ, ഏറ്റവും പഴയ പാരമ്പര്യമുള്ള ഫിലോസഫിയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. വഅക്സറുഹ ഉംഖൻ. ഒട്ടനവധി അഗാധമായ സ്വാധീനങ്ങളും ആ ഇന്ത്യൻ ഫിലോസഫിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യ നാഗരികപരമായിട്ടും ഫിലോസഫിക്കലിയും അതേപോലെ മനുഷ്യൻ്റെ വിശ്വാസപരമായിട്ടും മറ്റുള്ള പ്രകൃതിപരമായിട്ടും പാരമ്പര്യം കൊണ്ടും അതിലുള്ള ജനങ്ങളുടെ വസ്ത്രധാരണ കൊണ്ടും ഭക്ഷണം കൊണ്ടും ഭാഷ കൊണ്ടൊക്കെ വിഭിന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് ടോട്ടലി നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊരു പോയിന്റ് കൂടെ അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ ഉടലെടുത്ത മതങ്ങളിലേക്കാണ് പിന്നെ പോകുന്നത്. ഇന്തിഷാറുൽ അദിയാൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഈ മതങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ മതങ്ങളുടെ വ്യാപനം എന്ന് പറയുന്നത് ഹൈസു തസ്തഹിറു അൽ ബിലാദ് ബിതഅദ്ദുദ് ദിയാനാതിഹ. നമ്മൾ നേരത്തെ പറഞ്ഞു, വിഭിന്നമായ മതങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നാടാണ് ഇന്ത്യ. വമിൻ അബ്റസിഹ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹിന്ദൂസിയ. ഒന്ന് ഹിന്ദു മതം, രണ്ടാമത്തെ അൽ ബൂദിയ ബുദ്ധമതം, അൽ ജീനിയ ജൈനമതം, വസീഖിയ സിഖ് മതം. ഇങ്ങനെ 4 മതങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഈ 4 മതങ്ങളും ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഉടലെടുക്കുകയും ഇന്ത്യയിൽ വ്യാപിക്കുകയും അതുമൂലം ഇന്ത്യ പ്രശസ്തമാവുകയും ചെയ്ത ഒരു കാര്യമാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊന്ന് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് വേദങ്ങളെ കുറിച്ചാണ്. അനിൽ കുതുബ് അൽ മുഖദ്ദസ ഫിൽ ഹിന്ദൂസിയ. ഇന്ത്യയിലെ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഹൈസു യുഷീറു ഇലൽ ഫേദ. വേദങ്ങളിലേക്കാണ് അതിൻ്റെ സൂചനകൾ പോകുന്നത്. അല്ലദീ തഅനി അൽ മഅരിഫ ബിസംസ്കൃതിയ. വേദങ്ങളുടെ സംസ്കൃത ഭാഷയിൽ വേദങ്ങളുടെ അർത്ഥം എന്ന് പറയുന്ന അൽ മഅരിഫ എന്ന അർത്ഥം നോളേജ് എന്നാണ്. നോളേജ് എന്ന വാക്കിൽ നിന്നാണ് വേദ എന്ന് പറയുന്ന ആ വാക്കുണ്ടായത്. വഹിയ കുതുബ് മുഖദ്ദസ തഹ്തവി അലൽ അഫ്കാർ വൽ മആരിഫ്. എന്താണ് വേദങ്ങളുടെ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ വഹിയ കുതുബൻ മുഖദ്ദസ, വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. തഹ്തവി അലൽ അഫ്കാർ, ചിന്തകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വൽ മആരിഫ്, നോളജുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലത്തി ഇസ്തഖ്ദമഹ ഹുകമാ ഉൽ ഹിന്ദ് അൽ ഖുദമാ. പഴയകാല ഇന്ത്യൻ തത്വശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്ന മആരിഫുകൾ അഥവാ നോളജുകൾ, അഫ്കാറുകൾ അഥവാ ചിന്തകളൊക്കെ ഇഹ്തവ എന്ന് പറഞ്ഞാൽ അടങ്ങിയത്, ഉള്ളടക്കമായിട്ട് വന്ന വിശുദ്ധ ഗ്രന്ഥത്തെയാണ് വേദങ്ങൾ എന്ന് പറയുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ മതങ്ങളെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടും വേദങ്ങളെ പ്രത്യേകിച്ചും മാറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചുമാണ്. നമ്മൾ നേരത്തെ വേദങ്ങൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഓരോ വേദങ്ങളെയും വേറെ വേറെ എടുത്ത് പറയാം. ശരിക്കും വേദം 4 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെയാണ് വേദങ്ങൾ എന്ന് പറയുക. അൽ വേദ തതകവ്വൻ മിൻ അർബഅത്തി കുതുബ് റഈസിയ. പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളെയാണ് വേദങ്ങൾ എന്ന് പറയാം. അതിൽ ഒന്നാമത്തത് ഋഗ്വേദയാണ്. ഋഗ്വേദ എന്താന്ന് ചോദിച്ചാൽ വഹിയ അഷ്ഹർ അൽ അർബഅ വ അസ്ബഖഹ വ അഹമ്മുഹ. ഏറ്റവും 4 വേദങ്ങളിൽ ഏറ്റവും അഷ്ഹറായത്, ഫേമസ് ആയതും, വ അസ്ബഖഹ അതിലേറ്റവും പഴയതും, വ അഹമ്മുഹ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഋഗ്വേദയാണ്. തതലമ്മൻ അനാശീദ് ദീനിയ ഫി വസ്ഫി ലിബഅദിൽ ആലിഹ. ചില ദൈവങ്ങളെ വിശേഷിപ്പിക്കുന്ന മതപരമായ പാട്ടുകൾ അടങ്ങിയതാണ് ഈ ഋഗ്വേദ എന്ന് പറയുന്നത്. തതലമ്മൻ അത് അടങ്ങിയിരിക്കുന്നു, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അനാശീദ് ദീനിയ
മതപരമായ ചില പാട്ടുകൾ ഫി വസ്ഫിൻ ലിബാദിൽ അലിഹ ചില ദൈവങ്ങളെ വിശേഷിപ്പിക്കുന്നത്. വഖവാഇദിൽ ഹിന്ദൂസിയ അല്ലതി തുത്ല ഫി സ്വലവാതി സ്വബാഹൻ വമസാഅൻ രാവിലെയും വൈകുന്നേരവുമായിട്ട് ആരാധനകളിൽ ചൊല്ലുന്ന ഇന്ത്യൻ നിയമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മന്ത്രങ്ങൾ അതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് വഹിയ അഷ്ഹർ അൽ അർബഅ വഅസ്ബഖിഹ വഅഹമ്മിഹ എന്നുള്ളതാണ്. നാലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴയതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഋഗ്വേദയാണ്. രണ്ടാമത്തത് യജുർവേദയാണ്. വഹിയ അസ്ഗറുഹ വേദങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഋഗ്വേദ എന്നുള്ളത്. യജുർവേദ എന്നുള്ളത് തതലമ്മൻ അദ്ഇയ വതറാത്തിൽ തത്ലൂന റുഹ്ബാൻ തതലമ്മൻ അതടങ്ങിയിരിക്കുന്നു അദ്ഇയ പ്രാർത്ഥനകൾ വതറാത്തിൽ രാഗങ്ങളും തത്ലൂന റുഹ്ബാൻ പുരോഹിതന്മാർ അഥവാ സന്യാസികൾ അവരൊക്കെ ചൊല്ലുന്ന മന്ത്രങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയതാണ് യജുർവേദ. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് വഹിയ അസ്ഗറുഹ ഏറ്റവും ചെറുതാണ് യജുർവേദ എന്നുള്ളതാണ്. മൂന്നാമത്തെ സാമവേദയാണ്. സാമവേദ തഹ്തവി അല തറാത്തിൽ ദീനിയ തൻഷിദുൽ അസ്ഖാസ് അസ്നാ അസ്വലവാത്ത് മിനൽ മബാഇദ് വൽ മനാസിൽ തഹ്തവി ഇത് അടങ്ങിയിരിക്കുന്നു, ഇത് ഉൾക്കൊണ്ടിരിക്കുന്നു. നേരത്തെ തതലമ്മൻ എന്നതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് തഹ്തവി. അല തറാത്തിൽ ദീനിയ മതപരമായ മന്ത്രങ്ങൾ രാഗങ്ങൾ തൻഷിദുൽ അസ്ഖാസ് ഓരോ വ്യക്തിക്കും അത് ചൊല്ലാൻ പറ്റും. അസ്നാ അസ്വലവാത്ത് മിനൽ മബാഇദ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആരാധനകൾക്കിടയിലും വൽ മനാസിൽ വീടുകളിൽ വെച്ചിട്ടൊക്കെ ചെല്ലാൻ പറ്റുന്ന മന്ത്രങ്ങളെയാണ് അല്ലെങ്കിൽ തർത്തീൽ രാഗങ്ങളെയാണ് സാമവേദയിൽ നമുക്ക് കാണാൻ പറ്റുക. നാലാമത്തത് അഥർവവേദയാണ്. അഥർവേദ എന്നാണ് അറബിയിൽ പറയുക. അഥാർവേദ അഥർവവേദയാണ്. തസ്തമിൽ മഖാലാത്ത് ഫി സിഹർ അത്വലാസിം വതുസ്തഖ്ദം ലിൽ ഹിമായ വശിഫ ഇതിൽ നമുക്ക് കാണാൻ പറ്റുക തശ്മുൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് മഖാലാത്ത് ഫി സിഹർ സിഹറിലുള്ള ചില ചില അധ്യായങ്ങളാണ്. അല്ലെങ്കിൽ ഈ ലോകത്തില്ലാത്ത അല്ലെങ്കിൽ പഴയ സിഹർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അദൃശ്യ ശക്തി എന്നുള്ള നിലക്കുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള മഖാലകൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വത്തലാസിം ചില മന്ത്രങ്ങൾ വതുസ്തഖ്ദം ലിൽ ഹിമായ വശിഫ രോഗശമനത്തിനും മറ്റുള്ള സംരക്ഷണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളും അതേപോലെ സിഹറിലുള്ള ചില മഖാലാത്തുകളൊക്കെ അടങ്ങിയതാണ് അഥർവവേദ എന്ന് പറയുന്നത്. ഇങ്ങനെ 4 വേദങ്ങളാണ്. 1 ഋഗ്വേദ, 2 യജുർവേദ, 3 സാമവേദ, 4 അഥർവവേദ. ഓരോന്നും വ്യത്യസ്തമാണ്. എങ്കിൽ കൂടി എല്ലാത്തിലും രാഗങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, രണ്ടാമത്തതാണ് ഏറ്റവും ചെറുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതിനുശേഷം എന്താണ് ഉപനിഷത്തുകൾ എന്ന് നമുക്ക് നോക്കാം. വഹിയ നുസൂസ് ഫൽസഫിയ തതനാവൽ അൽ അസ്റാർ അർ റൂഹിയ വൽ ഹിക്മ വതഅമ്മൽ. നുസൂസ് ഫൽസഫിയ ഫിലോസഫിക്കലായിട്ടുള്ള ചില ടെക്സ്റ്റുകളാണ് നമുക്ക് ഉപനിഷത്തുകളിൽ കാണാൻ പറ്റുക. തതനാവൽ അൽ അസ്റാർ അർ റൂഹിയ ആത്മീയമായിട്ടുള്ള ചില രഹസ്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടാകും. അൽ ഹിക്മത്ത് തത്വങ്ങളുണ്ട്. വതഅമ്മൽ ചില ചിന്തകളും ഇതിൽ ഉപനിഷത്തുകളിൽ ഇതിൻ്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വതുഅതബർ മിൻ അഅ്മഖിൽ കുതുബ് ഫിൽ ഫിക്റിൽ ഹിന്ദൂസി ഇന്ത്യൻ ഹിന്ദു ചിന്തകളിലുള്ള ഏറ്റവും അമീഖായിട്ടുള്ള പുസ്തകം അഥവാ ഏറ്റവും ഗാഢമായിട്ടുള്ള അറിവുകൾ നൽകുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഉപനിഷത്തുകൾ. ആ രൂപത്തിലാണ് ഉപനിഷത്തിനെ തുഅതബർ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വഹിയ നുസൂസ് ഫൽസഫിയ തതനാവൽ അൽ അസ്റാർ അർ റൂഹിയ അൽ ഹിക്മ വതഅമ്മൽ ചിന്താപരമായ തത്വശാസ്ത്രപരമായ അതേപോലെ ആത്മീയമായിട്ടുള്ള രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളെയാണ് ഉപനിഷത്ത് എന്ന് പറയുക. ഇനി നമുക്ക് ഓരോ ഇന്ത്യൻ റിലീജിയൻസിനെ കുറിച്ച് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഹിന്ദൂസിയാണ്. ഹിന്ദുയിസം എന്ന് പറയുന്നത് തുസമ്മ അൽ ഹിന്ദൂസിയ എന്ന് പറയാറുണ്ട്, അൽ ഹിന്ദുക്കിയ എന്നും ഉപയോഗിക്കാറുണ്ട്.
ഹിയ ഇബാറത്തുൻ മിനൽ അഖായിദ് വത്തആലീം അല്ലത്തി തളുമുഹ കുതുബ് വേദ. വേദ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ചില വിശ്വാസങ്ങളുടെയും ചില നോളജുകളുടെയും ഒരു ടേമിനെയാണ്, ഇബാറത്തിനെയാണ് ഹിന്ദുയിസം എന്ന് പറയുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങളിൽ എപ്രകാരമാണോ വിശ്വാസപരമായിട്ട് ഒരു വിശ്വാസി നടക്കേണ്ടത് അത് പ്രകാരമായിരിക്കണം ഒരു ഹിന്ദു മതവിശ്വാസി നടക്കേണ്ടത്. അതാണ് തുസമ്മാൽ ഹിന്ദൂസിയ അവിൽ ഹിന്ദോക്കിയ ഹിയ ഇബാറത്തു മിനൽ അഖായിദ് വത്തആലീം അല്ലത്തി തളുമുഹ കുതുബ് വേദ. വേദഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള നോളജുകളും വിശ്വാസപ്രകാരവും പറയുന്ന ഒരു ഇബാറത്തിനെയാണ്, ഒരു ടേമിനെയാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഹിയ അഷ്ഹറുൽ അദിയാൻ അൽ ഹിന്ദിയ വ ഔസഉഹ ഇന്തിശാറൻ. ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതം, ഏറ്റവും കൂടുതൽ വ്യാപിച്ച മതവും കൂടുതൽ വിശ്വാസികൾ ഉള്ളതും ഹിന്ദുയിസത്തിനാണ് ഇന്ത്യൻ കോണ്ടിനെന്റിൽ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ തതവ്വറത് ഫി അർളിൽ ഹിന്ദ്. അത് പുരോഗതി പ്രാപിച്ചത് ഇന്ത്യയിൽ വെച്ചാണ്. അഥവാ ഇന്ത്യൻ റിലീജിയൻസിൽപ്പെട്ട ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് ഹിന്ദുയിസം. അത് തതവ്വറത്ത് പുരോഗതി പ്രാപിച്ചത് ഫി അർളിൽ ഹിന്ദ് ഇന്ത്യൻ ഭൂമിയിലാണ്. തസ്തമിൽ അല തഖാലീദ് വൽ മുഅ്തഖിദാത്ത് വൽ ആദാത്ത്. ഇതിലുള്ളത് കുറെ തഖാലീദുകൾ. തഖാലീദ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യങ്ങൾ, ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില ആചാരങ്ങൾ. വൽ മുഅ്തഖിദാത്ത് ചില വിശ്വാസങ്ങൾ. വൽ ആദാത്ത് ചില ഓരോ ആളുകളും കൈമാറിപ്പോകുന്ന ചില പതിവുകൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞു വേദങ്ങളാണ് ഇവരുടെ ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. അതേപോലെ ഉപനിഷത്തും അതിൽ ഉൾപ്പെടുന്നു. കുതുബ് ഉഖ്റ ലിൽ ഹിന്ദൂസിയ. ഹിന്ദുയിസത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഖാനൂൻ മാനു മനുസ്മൃതിയാണ്. രണ്ടാമത്തത് മിൽഹമത മഹാഭാരത. മഹാഭാരത എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു മിൽഹമത്ത് എന്ന് പറഞ്ഞാൽ ഇതിഹാസം എന്നൊക്കെയാണ്. രാമായണ, മഹാഭാരതവും രാമായണവും. മൂന്നാമത്തത് ഗീതയാണ്. ഗീത എന്ന് പറയുന്ന ഗ്രന്ഥവും ഹിന്ദു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ നമുക്ക് വേദങ്ങളെ എണ്ണാം ഹിന്ദുയിസത്തിൽ, അതേപോലെ ഉപനിഷത്തുകളെ എണ്ണാം, മനുസ്മൃതിയെ എണ്ണാം, മഹാഭാരതത്തെയും രാമായണത്തെയും ഗീതയെയും ഹിന്ദുയിസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കതിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ മതം ബുദ്ധിസമാണ്. അൽ ബൂദിയ. നശഅത്ത് ഫിൽ ഹിന്ദ് ഫിൽ ഖർനി സാദിസ് ഖബലൽ മീലാദ്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉത്ഭവിച്ച, ഇന്ത്യയിൽ നാന്തി കുറിച്ച, സ്ഥാപിക്കപ്പെട്ട ഒരു മതമാണ് അൽ ബൂദിയ, ബുദ്ധമതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് അല യദി ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധയാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ബുദ്ധിസം എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വ്യക്തി ഉണ്ടാക്കിയ, വളർത്തിയെടുത്ത ഒരു മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ലം തകുൻ അൽ ബുദ്ധിയ ഫിൽ അസുൽ ത്വാഇഫത്തുൻ ഖാസ ബിർ റുഹ്ബാൻ ബൽ കാനത്ത് ജമാഅത്തുൻ തഅമിലു അലൽ വഅദ് വൽ ഇർഷാദ്. ഇത് കേവലം ഒരു സന്യാസികളുടെ ഒരു പ്രത്യേകമായ കൂട്ടമല്ല, മറിച്ച് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിൻ്റെ രണ്ടിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രസ്ഥാനമാണ്, ഒരു മതമാണ് ബുദ്ധമതം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ലം തകുൻ അൽ ബൂദിയ ഫിൽ അസ്ലി ത്വാഇഫത്തുൻ ഖാസത്തുൻ ബിർ റുഹ്ബാൻ. സന്യാസിമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ മതമല്ല അടിസ്ഥാനപരമായിട്ട് ബുദ്ധമതം. ബൽക്കാനത്ത് ജമാഅത്തുൻ തഅമിലു അലൽ വഅദ് വൽ ഇർഷാദ്. നിർദ്ദേശങ്ങൾ, ഇർഷാദ് എന്ന് പറഞ്ഞാൽ സജഷൻസ്, വഅദ് എന്ന് പറഞ്ഞാൽ അഡ്വൈസസ്, അതൊക്കെ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ആസ്പദമാക്കി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളെ ബുദ്ധമതത്തിൻ്റെ വിശ്വാസികൾ എന്ന് നമുക്ക് പറയാം. തദൂ ഇലാ ലബ്തിൻ നഫ്സ് വത്തഖല്ലി അനി ഷഹവാത്ത് ഇഹ്തിറാമുൽ ഹയാത്ത് വനശ്റുൽ മഹബ്ബത്ത് ഷാമില. ഇവരുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് നഫ്സിനെ അഥവാ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്താക്കുക, തദൂ ഇലാ ലബ്തിൻ നഫ്സ്,
മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ക്ഷണിക്കുന്നു, ഇത് ഉപദേശിക്കുന്നു. വികാരങ്ങളെ പിടിച്ചു നിർത്താൻ ഉപദേശിക്കുന്നു. ജീവിതത്തെ നന്നായി ജീവിക്കാനും അത് വളരെ മാന്യതയോടുകൂടി ജീവിക്കാനും ഇഹ്തിറാമുൽ ഹയാത്ത്, ജീവിതത്തെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നസ്റുൽ മഹബ്ബ, സ്നേഹം, അറ്റമില്ലാത്ത സ്നേഹത്തെ വ്യാപിപ്പിക്കാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒമിൻ അഹമ്മി മബാദിഇഹ, അതിൻ്റെ പ്രധാനപ്പെട്ട മബാദികൾ അഥവാ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് ഇൽഗാ നിദാമു തബഖാത്ത് അൽ ഹിന്ദുസിയ, ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥകളെ നിഷ്കാസനം ചെയ്യുക, ഇല്ലാതാക്കുക, ഇൽഗാ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജൈനമതത്തിലേക്കാണ് പോകുന്നത്. ജൈനമതം മിനദ്ദിയാനാത്തിൽ ഹിന്ദിയ അൽ ഖദീമ, ഇന്ത്യയുടെ പഴയകാല മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് ജൈനമതം. അസ്സസഹ മഹാവീര അഥവാ വലിദസന 599 ഖബലൽ മീലാദ്, ക്രിസ്തുവിന് മുമ്പ് 599 ജനിച്ച മഹാവീരയാണ് ജൈനമതം സ്ഥാപിച്ച സ്ഥാപക നേതാവ് എന്ന് പറയുന്നത്. അപ്പം മനിൽ മുഅസ്സിസ് അദ്ദിയാനത്തിൽ ജീനിയ എന്ന് ചോദിച്ചാൽ മഹാവീര എന്ന് നമ്മൾ ഉത്തരം അവിടെ എഴുതണം. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. തഅ്തമിദ് അല സുഹദി വൽ ഇബ്തിദാഇ അൻ മലദ്ദാത്തി ദുനിയ, ദുനിയാവിൻ്റെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുക, ത്യാഗത്തോടുകൂടെ പരിത്യാഗത്തോടെ ഒന്നും സുഖങ്ങളൊന്നും ആസ്വദിക്കാത്ത ജീവിതം ആണ് ജൈനമതക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം. തഅ്തമിദ്, അത് അവലംബിക്കുന്നു, അല സുഹദി, സുഹദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം അഥവാ എല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കുക. വല്ലിബ്തിദാ എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുക, അൻ മലദ്ദാത്തി ദുന്യ, ദുന്യാവിൻ്റെ സുഖങ്ങളെ തൊട്ട് അകന്ന് ജീവിക്കുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. യങ്കസിം അത്ബാഹ ഇല ഇസ്നൈൻ ത്വായിഫത്തെ, രണ്ട് വിഭാഗമായിട്ട് ഇതിലെ ജനങ്ങൾ, അത്ബാ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ്, ഇതിൻ്റെ ജനങ്ങൾ രണ്ട് വിഭാഗമാക്കിയിട്ട് മാറ്റാം. ഒന്ന് അൽ ഖാസ, രണ്ടാമത്തത് അൽ ആമ. ഖാസ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ആളുകൾ അഥവാ റുഹ്ബാൻ അൽ മുതശഖിഫൂൻ അല്ലദീന യഅ്തസിലൂൻ അൽ ഹയാത്ത്, ജീവിതത്തെ ത്യജിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്ന സന്യാസികളെയാണ് ഖാസ എന്ന് പറയുക, പ്രധാനപ്പെട്ടതിൻ്റെ പുരോഹിതന്മാർ. അൽ ആമ എന്ന് പറഞ്ഞാൽ യുസാഇദൂന റുഹ്ബാൻ വയൽതമിസൂന ബിതആലിമിഹിം, ഈ സന്യാസികളെ സഹായിക്കുന്ന, അവരുടെ വിജ്ഞാനങ്ങളെ കൊണ്ട് പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് പോലെ ജീവിക്കുക, അവരെ സഹായിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകളെ ആമത്ത് എന്ന് പറയും. ആമത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ഉള്ള ആളുകൾ, പൊതുജനങ്ങൾ എന്നർത്ഥം. ഖാസത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ആളുകൾ. അപ്പം ഇങ്ങനെ രണ്ട് വിധം ആളുകളെ ജൈനമതത്തിൽ നമുക്ക് കാണാൻ പറ്റും. തതമയ്യസ് ബി അഖീദത്ത് അല്ലാ ഉൻഫ്, അഹിംസ എന്ന് പറയുന്ന ഒന്നിനെയും ആക്രമിക്കരുത്, പിന്നെ ഉൻഫ് ലാ ഉൻഫ്, അഹിംസ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ ഇവർ പ്രത്യേകമായിട്ടും ജീവിക്കുന്ന ആളുകളാണ്. വഹ്തിറാം കുല്ല അഷ്കാലിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളെയും ഇഹ്തിറാം ചെയ്യണം, ബഹുമാനിക്കണം. വസിദ്ഖ് ഫിൽ ഖൗലി വൽ അമൽ, പ്രവൃത്തിയിലും വാക്കിലും സത്യസന്ധത മാത്രം പറയുകയും സത്യസന്ധത മാത്രം ജീവിതത്തിൽ കാണിക്കുകയും ചെയ്യണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ മേൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ജൈനമതം. ഇൻ അക്കസത്ത തഅ്സീറുഹ ഫിൽ മെഅ്മാറിൽ ഹിന്ദി, ഒപ്പം തന്നെ അവരുടെ നിർമ്മാണങ്ങൾ, ഇന്ത്യൻ നിർമ്മാണങ്ങൾ, അവരുടെ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ സ്വാധീനമൊക്കെ നമുക്ക് പ്രതിഫലിച്ചതായിട്ട് കാണാം. മിസല നഹ്തുൽ ഖുഹൂഫ്, ഇവർ ഗുഹകൾ അതിൽ കൊത്തിവെക്കുക, നഹ്ത് എന്ന് പറഞ്ഞാൽ കൊത്തിവെക്കലാണ്, കല്ലിൻ്റെ മേൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴയകാല കൊത്തിവെപ്പുകൾ, അങ്ങനത്തെ പ്രവൃത്തികൾ. ഇഖാമത്തു തമാസീൽ, ആരാധ്യ വസ്തുക്കളെ, രൂപങ്ങളെ ഉണ്ടാക്കുക. വൽ മആബിദ്, പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക. അങ്ങനത്തെ കഴിവുകളിൽ ഇദ്ദേഹം ഈ ജൈനമതക്കാർ വളരെ പ്രാവീണ്യം തെളിയിച്ചതാണ്. അവരുടെ പ്രത്യേകമായിട്ടുള്ള എടുപ്പുകളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ
നമുക്ക് അവരുടേതായ വാസങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു പ്രത്യേക രൂപത്തിലുള്ള ഒരു കഴിവ് ജൈന മതത്തിലുള്ള വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് സിഖ് മതമാണ്. സിഖിസം നശഅത്ത് ഫിൽ ഖർനിൽ ഖാമിസ് അഷർ അലാ യദി മജ്മുഅത്തുൻ മിനൽ മുസ്ലിഹീൻ അൽ ഹിന്ദൂസ്. ഹിന്ദു മതത്തിലുള്ള ചില മുസ്ലിഹീൻ എന്ന് പറഞ്ഞാൽ നവോത്ഥാന നായകന്മാർ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിന്റെ കൈകളിലൂടെയാണ് 15-ാം നൂറ്റാണ്ടിൽ സിഖ് മതം ഉണ്ടായത്. ഇപ്പം നേരത്തെ നമ്മൾ ജൈന മതത്തെ മഹാവീരയോട് ചേർത്തി പറഞ്ഞതുപോലെ, ബുദ്ധമതത്തെ ഗൗതമ ബുദ്ധനോട് ചേർത്തി പറഞ്ഞതുപോലെ, സിഖ് മതത്തെ ഒരു പ്രത്യേക വ്യക്തിയോടല്ല നമ്മൾ പറയുന്നത്. മജ്മുഅത്തു മിനൽ മുസ്ലിഹീൻ അൽ ഹിന്ദൂസ്, ഹിന്ദു മതത്തിൽപ്പെട്ടിരുന്ന കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിന്റെ കയ്യിലൂടെയാണ് ഇത് വളർന്നതും ഉടലെടുത്തതും. ഹദ്ഫുഹ, അതിന്റെ ലക്ഷ്യം ഇസ്ലാഹു ബഅദുൽ അഖാലീദ് വത്തഖാലീദിൽ ഹിന്ദൂസിയ, ഈ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന ചില ആചാരങ്ങൾ, ചില വിശ്വാസങ്ങൾ, അതിനെ പുരോഗതിയിലെത്തിക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ നന്നാക്കുക എന്നൊരു ലക്ഷ്യം. ആ വിശ്വാസങ്ങളെ ഒന്നുകൂടെ നവോത്ഥാനം നടത്തിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തുക എന്നതായിരുന്നു ആ സമയത്ത് സിഖ് മത നേതാക്കന്മാർ ഉദ്ദേശിച്ചിരുന്നത്. അന്നസീഖിയ നശഅത്ത് കമദ്ഹബിൻ മുസ്തഖില്ല അനിൽ ഹിന്ദൂസിയ അൽ ഖദീമ, പഴയ ഹിന്ദു മതത്തെ തൊട്ട് ഒരു മദ്ഹബ് മുസ്തഖില്ലായിട്ട്, അഥവാ സ്വതന്ത്രമായ ഒരു മദ്ഹബായിട്ട്, ഒരു വഴിയായിട്ടാണ്, ഒരു മതമായിട്ടാണ് സിഖ് മതം വളർന്നത്. ഹിന്ദു മതത്തിന്റെ ഭാഗമാണെങ്കിലും ചില ആചാരങ്ങളിലും ചില പാരമ്പര്യങ്ങളിലും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്രമായ ഒരു മതമായിട്ട് പിന്നീട് അത് വളർന്നു വരികയാണ് ഉണ്ടായത്. കാന ഗുരുനാനാക്ക് അശ്ശഖ്സിയ അൽ അക്സർ തഅസീറൻ ഫി ദഅവത്തിൽ ഇസ്ലാഹിയ, അങ്ങനെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സിഖ് മതത്തിലെ ഗുരുനാനാക്ക് എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹമല്ല ഗുരുനാനാക്ക് ആണ് സിഖ് മത സ്ഥാപകൻ എന്ന് പറയുന്നില്ല എങ്കിലും അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വം എന്ന് പറയുന്നത് ഗുരുനാനാക്കാണ്. ഇൽത്തഫ ഹൗലഹുൽ അദീസ് മിനൽ അത്ബാ മിമ്മ അദ്ദ ഇല ളുഹൂരി മദ്ഹബ് ജദീദ് യുറഫ് ബിഇസ്മി അസ്സിഖിയ. സിഖ് മതം എന്ന പേരിൽ ഈ ഗുരുനാനാക്കിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ ഫോളോവേഴ്സായിട്ട് വന്നു. അങ്ങനെ ഒരു സ്വതന്ത്രമായ മതമായ സിഖ് മതം ഉടലെടുക്കുകയാണ് പിന്നീട് ഉണ്ടാകുന്നത്. കിതാബ് സീഖ് അൽ മുഖദ്ദസ്, ഇതിനും ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേര് ഹുവ ഗ്രാൻഡ് സാഹിബ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. വഹുവ യുഷദ്ദിദ് അലൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയിൽ അത് ആഹ്വാനം ചെയ്യുന്നു, ആത്മാർത്ഥത കാണിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ഹുബ്ബുൽ ഇൻസാനിയ, മനുഷ്യ സ്നേഹം അത് വിളംബരം ചെയ്യുന്നു. അത്തസാമുഹ്, പരസ്പര സഹകരണവും സഹവർത്തിത്വവും അത് വിളംബരം ചെയ്യുന്നു. വത്തതഹ്വുർ മിനൽ ആസാം, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ട് യാതൊരു തെറ്റും തിന്മയും ചെയ്യാതെ ജീവിക്കണമെന്നാണ് ഗ്രാൻഡ് സാഹിബ് എന്ന് പറയുന്ന സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇഖ്തർ മാ യുവാഫിഖ് മിനൽ ഖൗസൈൻ വളഅ ഫിൽ മക്കാനിൽ ഖാലി. നമ്മൾ ഇത് അരമാർക്കിനാണ് മിക്കവാറും സാധാരണ വരാറുള്ളത്. ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത്, ഒരു ആൻസർ എഴുതുമ്പോൾ വളരെ കറക്റ്റായിട്ട് നിങ്ങളത് എഴുതാൻ ശ്രമിക്കുക, വൃത്തിയിലും ഭംഗിയിലും എഴുതാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ എല്ലാവർക്കും നന്നാവണം എന്നുണ്ടാവില്ല. ചില ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് പ്രയാസമുള്ളതും മോശമായതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരാളുടെ തെറ്റല്ല. പക്ഷേ നമുക്കൊരു എഴുത്ത് എഴുതുമ്പോൾ അത് വൃത്തിയിൽ എഴുതുക. വൃത്തി എന്നുള്ളത് അതെല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഓരോ ആൻസറും ഏത് വിഷയമാണെങ്കിലും എഴുതാൻ ശ്രമിക്കണം. ഇന്ന സഹ്ഫൽ ആരി, ഇവിടെ വിട്ട ഭാഗം, അതിൻ്റെ ഉത്തരം നമുക്ക് ബ്രാക്കറ്റ്സിൽ കാണാം. അത് ഏതാണോ ശരിയായത് അത് അവിടെ എടുത്ത് എഴുതണം. അത് എഴുതുമ്പോൾ ഏറ്റവും നല്ലത് അത് മുഴുവനായിട്ട് എഴുതിയിട്ട് ഏത് ഭാഗമാണോ നമ്മൾ ചേർക്കുന്നത് അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈനൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചാൽ നല്ലൊരു മാർക്ക്, ഒരു പിശുക്കില്ലാതെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാൻ സാധിക്കും.
അങ്ങനത്തെ വഴികളൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇന്ന സഹഫൽ ആര്യന്മാർ ഖദ് തമ്മ ഫിൽ ഖർൻ ഖബൽ അൽ മീലാദ്. അവിടെ വെക്കേണ്ടത് അൽ ഖാമിസ് അഷർ. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ക്രിസ്തുവിന് മുമ്പുള്ള 15-ാം നൂറ്റാണ്ടിലാണ് എന്ന് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ഇന്ന സഹഫൽ ആരി ഖദ് തമ്മ ഫിൽ ഖർനി അൽ ഖാമിസ് അഷർ ഖബൽ അൽ മീലാദ്. അവർ ഇന്ത്യയിലേക്ക് വന്നത് ക്രിസ്തുവിന് ഖബൽ അൽ മീലാദിലെ 15-ാം നൂറ്റാണ്ടിലാണ്. ഡാഷ് അഷ്ഹറുൽ അർബഅ മിനൽ വേദാസ്. നമുക്കറിയാം, ഒന്നാമത്തെ ഋജുവേദയാണ് 4 വേദങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത്. മൂന്നാമത്തെ അൽ ജീനിയ ദിയാനത്തുൻ മൻസൂബത്തുൻ ഇല. ആരിലേക്കാണ് ജൈനമതം, നമുക്ക് അതിൻ്റെ സ്ഥാപക നേതാവ് ആരാണ്, ആരിലേക്കാണ് ചേർത്ത് പറയുന്നത്? നമുക്കറിയാം, മഹാവീരയാണ്. ജിറാന്ത് സാഹിബ് എന്ന പുസ്തകം കിതാബ് അസ്സീഖിയ അൽ മുഖദ്ദസ്, സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന പുസ്തകമാണ് ജിറാന്ത് സാഹിബ് എന്ന് പറയുന്നത്. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അരമാർക്കിനായിട്ട് നമുക്ക് വരാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ സ്ലൈഡുകളിലും ചെറിയ ചെറിയ മാർക്കിനുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും. അപ്പം അതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ ഫി ജുംല ഔ ജുംലത്തൈൻ. 1-2 വാക്യത്തിൽ എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. മാതാ താരിഫ് അൻ ആസാരി വേദ. വേദയുടെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? അത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ കൊടുത്ത അഹ്മിയത്ത് ആസാർ വേദം മാത്രം എഴുതലല്ല, നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ് വേദം, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഏതാണ് പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി എഴുതി പോന്നിട്ട് മെയിൻ എന്താണോ കണ്ടന്റ് ആസാർ വേദയിലേക്ക് നിങ്ങൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അഹ്മിയത്തു ആസാർ അൽ വേദ. വേദയെക്കുറിച്ച്, അതിൻ്റെ ആസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തോത്തബർ അസാസ് അൽ ഫൽസഫത്തുൽ ഹിന്ദുസിയ. ഈ ഹിന്ദു മതങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫിക്കൽ പുസ്തകമാണ്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാണ് വേദാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അതിൻ്റെ അഹ്മിയത്ത് പറയാം. ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസാസ്, അടിത്തറ എന്ന് പറയുന്നത് വേദങ്ങളാണ്. തളുമ്മ മഫാഹിം റൂഹിയ മിസ്ല അൽ കർമ്മ അഥവാ അൽ അമൽ വൻ നതായിജ് വദ്രാമ അഥവാ അൽ വാജിബ് അൽ അഖ്ലാഖി. ഇതിൽ അടങ്ങിയിട്ടുള്ളത് മഫാഹിം റൂഹി, ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. മിസ്ല കർമ്മ അഥവാ കർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രവൃത്തികൾ. വദ്രാമ എന്ന് പറഞ്ഞാൽ അൽ വാജിബുൽ അഖ്ലാഖി, അതിൻ്റെ എന്താ പറയുക, നിത്യ ജീവിതത്തിൽ പുലർത്തി പോരേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ, അതാണ് രണ്ടാമത്തത്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള മഫാഹിം റൂഹി അടങ്ങിയിട്ടുള്ളതാണ് ഈ വേദങ്ങൾ എന്ന് പറയുന്നത്. തഹ്തവി അല മആരിഫ് അനിൽ കൗൻ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിലുണ്ട്. വത്തിബ് വറിയാദത്ത് വൽ ഫലക്. ഇതൊക്കെ നമുക്കതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഗോളശാസ്ത്രം, അതേപോലെ മെഡിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് വേദത്തിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറയുന്നതോടെ എന്തായി, അതിൻ്റെ സ്വാധീനം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. തുഅദ്ദു അൽ വേദ ഹജർ അൽ അസാസ് ലി സഖാഫത്തിൽ ഹിന്ദിയ അൽ ഖദീമ. ഇന്ത്യയുടെ ആദ്യകാല കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ ഏറ്റവും നാഴികക്കല്ല് അല്ലെങ്കിൽ അടിത്തറ എന്നൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വേദങ്ങളെക്കുറിച്ച് പറയാം. വമാ സാലത്ത് തുസിറു ഫിൽ ഹിന്ദുസിയ ഹത്തൽ യൗം. ഇന്നും വേദയുടെ പ്രവൃത്തി അല്ലെങ്കിൽ വേദയുടെ സ്വാധീനം ഹിന്ദു മതത്തിൽ ഇന്നും പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടെ ഒരു സെന്റൻസ് നമ്മൾ എഴുതിയാൽ അതിന് ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത് മാഹി അൽ ബ്രാഹ്മ. എന്താണ് ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ? ഹും അത്വബഖത്തുൽ ഉല്യ ഫിൽ മുജ്തമഅൽ ഹിന്ദുസിയ തഖ്ലീദി. പാരമ്പര്യ ഹിന്ദു മതത്തിലെ, ഹിന്ദു സമൂഹത്തിലെ ഉന്നതമായ, അത്വബഖ എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളെയാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയാം. വഹും യുഅ്തബറൂൻ ഹറാസത ആലിമി ദീനിയ വൽ ഫിക്രിയ ലിൽ ഹിന്ദുസിയ. ഹിന്ദു മതത്തിലെ
മതപരമായിട്ടുള്ള വൈജ്ഞാനികപരമായിട്ടുള്ള ഓരോന്നിൻ്റെയും കാവൽക്കാരായിട്ട് അറിയപ്പെടുന്നതും ബ്രാഹ്മണന്മാരാണ്. യർജി അസുലുൽ ബ്രാഹ്മ ഇലൻ നുസൂസിൽ മുഖദ്ദസ അൽ ഹിന്ദൂസിയ മിസ്ല അൽ ഫേദ. വേദങ്ങൾ പോലെയുള്ള ഹിന്ദുയിസത്തിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ ബ്രാഹ്മണന്മാരെ കുറിച്ച് അവരുടെ അടിസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈസു യൻദുറു ഇലൈഹിം കതബഖത്തിൻ മുമയ്യസ മസ്ഊല അനി തഅലീം അദ്ദീനി. വേദങ്ങളിൽ നമുക്ക് ബ്രാഹ്മണന്മാരെ കുറിച്ച് കാണുന്നത് മതപരമായ വിജ്ഞാനങ്ങളുടെ കാവൽക്കാരായിട്ട്, അതിൻ്റെ ഉത്തരവാദിത്വമുള്ളവരായിട്ട് വേദങ്ങൾ എടുത്തു കാണിക്കുന്നത് ബ്രാഹ്മണന്മാരെയാണ്. വഇജ്റാഉ തുഖൂസ് വശആഇർ അദ്ദീനിയ വനഖ്ലുൽ മഅരിഫത്തി റൂഹിയ. ആത്മീയ വിജ്ഞാനങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മതപരമായ അടയാളങ്ങളെ, അതിൻ്റെ ചിഹ്നങ്ങളെയൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റിയ ഒരു സമൂഹം എന്നതാണ് ബ്രാഹ്മണന്മാരെ കുറിച്ച് വേദങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ബ്രാഹ്മണന്മാരെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇനി അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ ഫി ജുംലത്തിൻ, അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉക്തുബ് അൻ ഇസ്നൈൻ മിനൽ ഹളാറത്തിൽ അരീഖ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള രണ്ട് ഹളാറത്തുകളെ കുറിച്ച് അഥവാ നാഗരികതകളെ കുറിച്ച് നമ്മളത് പറഞ്ഞു. മോഹൻജദാരോ അതേപോലെ വഹാരപ്പ, ഇവ രണ്ടുമാണ് മിനൽ ഹളാറത്തിൽ അരീഖ ഫിൽ ഹിന്ദ്. അലാമൻ യദി നശഅത്തിൽ ബൂദിയ, അവിടെ ഒരു മൻ വേണമെന്നില്ല. അലാമൻ യദി നശഅത്തിൽ ബൂദിയ, ബുദ്ധമതം ആരുടെ കൈകളിലൂടെയാണ് വളർന്നത്? നശഅത്തിൽ ബൂദിയ അലാ യദി ജൗതം ബുദ്ധ, അല്ലെങ്കിൽ ഗൗതമ ബുദ്ധ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇത് നമുക്ക് മിക്കവാറും 2 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കേവലം ഒരു ഗൗതമ ബുദ്ധ എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ആൻസറുകൾ ഉണ്ട്. അലാമൻ യദി എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒഴിവാക്കിയിട്ട് നശഅത്തിൽ ബൂദിയ അലാ യദി ഗൗതമ ബുദ്ധ എന്ന് എഴുതിയിട്ട് ആ ഗൗതമ ബുദ്ധനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിക്ക് നല്ല ബോധം ഇതിനെക്കുറിച്ചുണ്ട് എന്നും ആൻസർ എങ്ങനെ നമുക്ക് അട്രാക്റ്റീവായ മോഡലിൽ കൊടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു ചിന്ത വാല്യുവേഷൻ സമയത്ത് അതിൻ്റെ വാല്യൂ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യൻഖസിം അൻ നിളാമുൽ ജീലി അലാ ഖിസ്മൈൻ മാഹുമ. ഏതൊക്കെയാണ് ജൈനമതത്തിൻ്റെ 2 വിഭാഗങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് അൽ ഖാസ വൽ ആമ, രണ്ടാമത്തത് ആമത്താണ്, ഒന്നാമത്തെ ഖാസത്താണ്. അപ്പോൾ ഖാസത്ത് എന്ന് പറഞ്ഞാൽ അർ-റുഹ്ബാനുൽ മുതഖശ്ശിഫൂന അല്ലദീന യഅ്തസിലൂന അൽ ഹയാത്ത് വയുസാഇദൂന അർ-റുഹ്ബാൻ വയൽതമിസൂന ബിതആലിമിഹിം. അവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഉക്തുബ് മുദക്കിറത്തൻ അനിൽ ആതിയ. താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ്. ഒന്നാമത്തെ അൽ ഹിന്ദ് വ ഹളാറത്തിഹ, ഇന്ത്യയും അതിൻ്റെ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. രണ്ടാമത്തത് അൽ വേദ, 4 വേദങ്ങളെ കുറിച്ച് എഴുതാം. മൂന്നാമത്തത് അൽ ഉപനിഷത്തുകളെ കുറിച്ച് എഴുതാം. അപ്പം ഇതൊക്കെ എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുമ്പോഴും ഇന്ത്യയെക്കുറിച്ച്, ആര്യന്മാർ വന്നതിനെക്കുറിച്ച്, പ്രധാനപ്പെട്ട 2 സംസ്കാരങ്ങളെക്കുറിച്ച് എഴുതുക. എന്നിട്ട് ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്, കൂടുതൽ വിഭിന്നങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞുള്ള ആ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടായിരിക്കണം ഓരോന്നിലേക്കും നമ്മൾ വരേണ്ടത്. ഇപ്പോൾ വേദങ്ങളെക്കുറിച്ചാണ് എഴുതുമ്പോൾ ഇന്ത്യയിൽ ഉടലെടുത്തതാണ് ഈ 4 വേദങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് വേദങ്ങൾ ഹിന്ദു മതത്തെ ആസ്പദമാക്കിയിട്ട് വന്നതാണ്. 4 വേദങ്ങളാണ് പ്രധാനമായും. ആ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതും. ഉക്തുബ് മഖാലത്തൻ അനിൽ അദിയാനിൽ ഹിന്ദി. അവസാനം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റിലീജിയൻസിനെ കുറിച്ച് നിങ്ങൾ ഒരു മഖാല, ഒരു ആർട്ടിക്കിൾ എഴുതാനാണ്, ഒരു എസ്സേ എഴുതാനാണ്. അതിൽ ഓരോ മതങ്ങളെയും ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഇന്ത്യയിൽ വന്ന മതങ്ങൾ നമ്പർ ഇടുക, എന്നിട്ട് ഹിന്ദുയിസം ആണെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സുകളാക്കി നിങ്ങൾ എഴുതുക. രണ്ടാമത്തെ മതം ബുദ്ധമതം ആര് സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെ എഴുതി വെച്ചാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശുക്രൻ ജസീലൻ.